ചാപ്റ്റർ 15 അത്ഭുത പൂത്തിരി. ഔമി മധുരമായി പാടി. തിരകളിലൂന്നി കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ? നീലവാനം നിറമേഘങ്ങൾ വെയിലൊളി കണ്ടിട്ടുണ്ടോ? കടലല മേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ? പാട്ട് കേട്ട് 4 പാട് നിന്നും ഒത്തിരി കുഞ്ഞു മത്സ്യങ്ങൾ നീന്തി അടുത്തു. അവ ഔമിക്ക് ചുറ്റും കൂടി. പാട്ടു തീർന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി പറഞ്ഞു, ഔമി, പുന്നാരെ, തിമിംഗലക്കുട്ടി, ഞങ്ങൾക്കൊരാശ. എന്താ നിങ്ങളുടെ ആശ? പറയട്ടെ. പക്ഷികളെ കണ്ടിട്ടില്ലേ? ഉണ്ട്. പക്ഷികൾ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണണം. ഔമിക്ക് ചിരി വന്നു. നീ വിചാരിച്ചാൽ നടക്കും, പ്ലീസ്. ഔമി ആലോചിച്ചു. അപ്പം ഇതിൽ ഔമി ആ പാട്ട് പാടുന്നേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരാ? ഔമി എന്ന് പറയുന്നുണ്ടല്ലോ. ആരാ? തിമിംഗലക്കുട്ടി. അപ്പൊ ഈ പാട്ട് കേട്ട് എന്താ പറയുന്നത്? അപ്പം ഇതിലെന്താ പറയുന്നേ? തിരകളിലൂന്നി കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ എന്ന് വെച്ചാ, പിന്നെ അതിലിങ്ങനെ കിടന്ന് കുതിച്ചു ചാടിയിട്ട് തിരകളെ നോക്കാറുണ്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നീലവാനം നിറമേഘങ്ങള് പിന്നെ വെയിലുള്ളി എല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കടലമേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പാട്ട് കേട്ട് ഒത്തിരി മത്സ്യങ്ങള് നീന്തി വന്നു. അവ ഔമിക്ക് ചുറ്റും കൂടി. അപ്പൊ ആരാ ഔമി നമുക്ക് അറിയത്തില്ല, നോക്കാം. പാട്ട് തീർന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി പറഞ്ഞു. എന്താ പറഞ്ഞ? ഔമി, പുന്നാരെ, തിമിംഗലക്കുട്ടി. അപ്പൊ തിമിംഗലക്കുട്ടിയാണ് ഔമി എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു ആശയുണ്ട്. അപ്പൊ എന്താന്ന് തിമിംഗലക്കുട്ടി ചോദിക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നേ? പക്ഷികളെ കണ്ടിട്ടില്ലേ? ആ പക്ഷികളെ പോലെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകള് അവർക്കും കാണുമെന്ന് പറയാം. അപ്പൊ പക്ഷെ ഔമിക്ക് എന്താ പറ്റിയേ? ഔമിക്ക് ചിരി വന്നു. അപ്പോഴത്തേക്ക് ഇവരെല്ലാം എന്താ പറയുന്നേ? നീ വിചാരിച്ച നടക്കൂന്ന് പറയുക, പ്ലീസ് ഔമി എന്ന് പറയുക. അപ്പൊ ഔമി ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ ദേ നോക്കിക്കേ, കുറെ കുഞ്ഞു മത്സ്യങ്ങൾ കണ്ടോ ഇവിടെ ഇരിക്കുന്നത്? തിമിംഗലക്കുട്ടി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കുഞ്ഞു മത്സ്യങ്ങൾ സമ്മതിച്ചു. എന്നോടൊപ്പം മുകൾ പരപ്പിനടുത്തേക്ക് വരൂ. ഞാൻ വെള്ളത്തിൽ അല്പം താഴും. അപ്പോൾ നിങ്ങൾ എന്റെ മുതുകിൽ കയറണം. അവർ അങ്ങനെ ചെയ്തു. റെഡി, 1 2 3. അതാ ഔമി മുകളിലോട്ട് വെള്ളം ചീറ്റുന്നു. വളരെ ശക്തമായി വെള്ളം ഉയർന്നു പൊങ്ങി. ഒപ്പം കുഞ്ഞു മത്സ്യങ്ങളും പൂത്തിരി കത്തിച്ചിതറുന്നത് പോലെ 4 ഭാഗത്തേക്കും കുഞ്ഞു തുള്ളികളും കുഞ്ഞു മത്സ്യങ്ങളും ചിതറി. അപ്പൊ ദേ കണ്ടോ, ഇതുപോലെ നോക്കിക്കേ. എന്തുവാ ഇത്? നമ്മുടെ പൂത്തിരി ഇങ്ങനെ കത്തത്തില്ലേ? അതേപോലെ തന്നെ ഇരിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഈ പറയുന്നത്. കണ്ടോ, നോക്ക്. ബാക്കി നോക്കാം. സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ അവ മിന്നി തിളങ്ങി. വെള്ളപ്പൂത്തിരി, അത്ഭുത പൂത്തിരി. അപ്പൊ ഇവിടെ പിന്നെന്തോ എഴുതിയിരിക്കുന്നേ? നീലവാനം നിറമേഘങ്ങൾ വെയിലൊളി കാണൂ വേഗം. കടലല മേലെ തുള്ളിച്ചാടി കരയൂ കാണൂ വേഗം. അപ്പൊ എന്താ പറയുന്നത്? കണ്ടാ, ഇതിൽ തന്നെ കണ്ടാ, വെള്ളപ്പൂത്തിരി, അത്ഭുത പൂത്തിരി. വെള്ളപ്പൂത്തിരി എന്ന് വെച്ചാൽ വെള്ളം വെച്ചിട്ടുള്ള പൂത്തിരിയാന്ന് പറഞ്ഞുണ്ട്. അതൊരു അത്ഭുത പൂത്തിരിയാന്നും പറയുന്നുണ്ട്. പൂത്തിരി എന്ന് പറഞ്ഞാൽ എന്താ? കുറെ വർണ്ണങ്ങൾ ചേർന്നിട്ടുള്ള, നമ്മള് പടക്കം പൊട്ടിക്കുമ്പോഴത്തേക്കും എന്തോ കാണുന്നതല്ലേ? അപ്പൊ അത് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാഠത്തിന് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പൊ നീലവാനം നിറമേഘങ്ങളും വെയിലുള്ളി എല്ലാം കാണൂന്ന് പറയുക. കടലിൽ മെല്ലെ തുള്ളിച്ചാടിയിട്ട് കരയെ കാണൂ വേഗം എന്ന് പറയുക. പെട്ടെന്ന് കാണാൻ പറയുക. എന്നിട്ട് എന്താ നോക്കിക്കേ, കണ്ടാ മത്സ്യങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കാണുക അല്ലേ? കുഞ്ഞു മത്സ്യങ്ങൾ അത്ഭുത കാഴ്ചകൾ കണ്ടു.